സാർ, തദ്ദേശ തിരഞ്ഞെടുപ്പ് അടുത്തു വരികയാണല്ലോ. പക്ഷെ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവിടെയില്ല. അദ്ദേഹം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഗൾഫ് പര്യടനത്തിലാണ്. എന്തിനാണ് ഈ ഗൾഫ് പര്യടനം എന്നൊക്കെ ചോദിക്കും. പല ആരോപണങ്ങളും ഊഹാപോഹങ്ങളും ഒക്കെ വരുന്നുണ്ട്. ഫണ്ട് റേസ് ചെയ്യാനാണ് എന്ന് പറയുന്നുണ്ട്. പല കച്ചവട താല്പര്യങ്ങളുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇതൊന്നും നമുക്ക് സ്ഥിരീകരിക്കാനായിട്ടില്ല. പക്ഷേ ഒരു തദ്ദേശം വരുന്നു, അതിനുശേഷം നിയമസഭയാണ് വരുന്നത്. അപ്പോൾ യാതൊരു അങ്കലാപ്പുമില്ലാതെ ഒരു മുഖ്യമന്ത്രി ഈ ഒരു സാഹചര്യത്തിൽ ഇതൊക്കെ കോർഡിനേറ്റ് ചെയ്യാതെ അദ്ദേഹം ഗൾഫ് പര്യടനത്തിന് പോവുക എന്ന് പറയുമ്പോൾ ഇതിലൊക്കെ ജയിക്കാൻ വേണ്ടുന്ന പലതും അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട് എന്നാണ് അദ്ദേഹം തെളിയിച്ചു കാണിക്കുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഗൾഫ് പര്യടന പരമ്പരയിലെ മൂന്നാമത്തേതാണ് ഇപ്പം ഇന്ന് രാവിലെ ആരംഭിച്ചിരിക്കുന്നത്. അദ്ദേഹം നേരത്തെയും പോയിട്ടുള്ള രാജ്യങ്ങൾ, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങൾ, ഇതൊക്കെ ഇപ്പം അങ്ങ് സൂചിപ്പിച്ചതുപോലെ തന്നെ സാധാരണക്കാരുടെ ഒരു ധാരണ അല്ലെങ്കിൽ പുറത്തു വരുന്ന വാർത്തകൾ ഈ തരത്തിൽ ബിസിനസ് താല്പര്യങ്ങളുടെയും അല്ലെങ്കിൽ കച്ചവട താല്പര്യങ്ങളുടെയും, പ്രതിപക്ഷമൊക്കെ ആരോപണം ഉന്നയിക്കുന്നത് പല സെറ്റിൽമെൻറ്റ്സും ഉണ്ടാക്കുന്നതിൻ്റെയും അതുപോലെ തന്നെ ധാരണകൾ ഉണ്ടാക്കുന്നതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഈ യാത്രകൾ എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള മന്ത്രിമാരും സംഘവും ഒക്കെ എത്രയോ രാജ്യങ്ങളിൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ പോയിട്ടുണ്ട്. എത്രയോ രാജ്യങ്ങളിൽ UK പോയി വലിയ പ്രചരണം നടത്തി, നമ്മുടെ രാജ്യത്തേക്ക് വലിയ ഫണ്ട് കൊണ്ടുവരാൻ പോകുന്നു എന്ന് പറഞ്ഞു. അമേരിക്കൻ സന്ദർശനം നടത്തി, ഗൾഫ് സന്ദർശനങ്ങൾ നടക്കുന്നു. എത്രയെത്രയോ രാജ്യങ്ങളിൽ ഈ വലിയ ഫണ്ട് കേരളത്തിലേക്ക് വരാൻ പോകുന്നു. ലോക കേരള സഭയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരത്തിൽ വലിയ പ്രചരണങ്ങൾ നടന്നു. എപ്പോഴെങ്കിലും ഏതെങ്കിലും പദ്ധതി നടപ്പായതായിട്ട് ശ്രദ്ധയപ്പെട്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു പദ്ധതി? ഒരു പദ്ധതി പോലും ഈ പറഞ്ഞ നടപടികളുടെ ഭാഗമായി, ഈ സന്ദർശനങ്ങളുടെ ഭാഗമായി ആ രാജ്യം ഇവിടേക്ക് വന്ന് കേരളത്തിൽ ഒരു പണം മുടക്കിയതായിട്ടോ നമ്മൾ ആഹ്വാനങ്ങൾ കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ധാരണാപത്രങ്ങൾ ഒപ്പുവെക്കുമെന്നുള്ള പ്രസ്താവനകൾ കേട്ടിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺക്രീറ്റായി ഒരു വികസന പദ്ധതിയോ ഒരു നടപടിയോ ഒരു ഡെവലപ്മെൻ്റൽ ആക്ടിവിറ്റിയോ ഒരു പ്രൊജക്റ്റ് ആക്ടിവിറ്റിയോ എന്ന് പറഞ്ഞാൽ ഈ പദ്ധതികളുടെ നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു MOU സൈൻ ചെയ്തതിൻ്റെ ഒരു സാധനം പോലും നമ്മുടെ ഈ അടുത്ത കാലത്തൊന്നും നമ്മൾ പുറത്തേക്ക് വന്നതായി കേട്ടിട്ടില്ല. അപ്പോൾ ഈ സന്ദർശനങ്ങളെല്ലാം പലപ്പോഴും ആരോപണങ്ങളായി വന്നിട്ടുള്ളതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഒന്നുകിൽ കുടുംബാംഗങ്ങൾ കൂടെ ഉണ്ടാകും, അതല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കൊപ്പം അദ്ദേഹത്തിൻ്റെ വിശ്വസ്തരായിട്ടുള്ള ആൾക്കാർ കൂടെ ഉണ്ടാകും. അപ്പോൾ സ്വാഭാവികമായും ഇത് നേരിട്ട് നടത്തുന്ന ഒരു ബിസിനസ്സിനേക്കാൾ അപ്പുറത്ത് വളഞ്ഞ വഴിയിലൂടെ ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾക്ക് പോകുന്നതാണോ എന്നുള്ളത് ചർച്ച ചെയ്യപ്പെടുന്നൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. അത് ആരോപണങ്ങളായും അത് സംശയങ്ങളായും ഒക്കെ ആളുകൾ ഉന്നയിക്കുകയും പുറത്തു കൊണ്ടുവരികയും പറയുകയും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ്. നമുക്കറിയില്ല, അത് അദ്ദേഹം തന്നെ വ്യക്തമാക്കേണ്ട കാര്യമാണ്. പക്ഷെ പാർട്ടിക്കൊരു ഉത്തരവാദിത്തം ഉണ്ടാകണ്ടേ? മുഖ്യമന്ത്രി ഇരിക്കുന്ന പാർട്ടിക്ക് ഒരു ഉത്തരവാദിത്തം ഉണ്ടാകണ്ടേ? അദ്ദേഹം വെറും മുഖ്യമന്ത്രിയല്ല, അദ്ദേഹം CPMൻ്റെ പൊളിറ്റ് ബ്യൂറോ അംഗമാണ്. അദ്ദേഹം രാജ്യത്തെ ഏക ഇടതുപക്ഷ CPM മുഖ്യമന്ത്രിയാണിപ്പോൾ. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയം മാത്രമല്ലല്ലോ. ഉദാഹരണത്തിന് ബീഹാറിൽ തെരഞ്ഞെടുപ്പ് നടന്നില്ലേ? ഇടതുപക്ഷ നേതാക്കന്മാരോട് മത്സരിച്ചില്ലേ? CPMൻ്റെ ആളുകളോട് മത്സരിച്ചില്ലേ? ഇടതുപക്ഷത്തെ അനുകൂലികളായിട്ടുള്ള പാർട്ടികളോട് മത്സരിച്ചില്ലേ? എന്തിന് കോൺഗ്രസ് അവിടെ മത്സരിക്കുമ്പോഴാണെങ്കിലും ഇന്ത്യ മുന്നണിയിലെ മറ്റ് പാർട്ടികൾ മത്സരിക്കുമ്പോഴാണെങ്കിലും ഒക്കെ ബീഹാറിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം പങ്കെടുത്തായി നമ്മുടെ ശ്രദ്ധയിലൊന്നും പ്രചരണത്തിൻ്റെ ഭാഗമായി കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് പോകാതെ അടിയന്തരമായി ഇപ്പോൾ ഒരു ഗൾഫ് യാത്ര എന്തിനാണ് ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് സാഹചര്യത്തിൽ എന്ന് ചോദിച്ചാൽ അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കേരളത്തിലെ ജനങ്ങളുടെ സംശയത്തിന് ഉത്തരം പറയേണ്ടതാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു വിഷയം അല്ലെങ്കിൽ പാർട്ടി പറയണം. ഉദാഹരണത്തിന് കേരളത്തിൽ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് പിണറായിയാണല്ലോ. അല്ല, നിലവിൽ അങ്ങനെയാണല്ലോ കാണുന്നത്. പാർട്ടിയുടെ ഒരു കേന്ദ്ര പൊളിറ്റ് ബ്യൂറോയോ കേന്ദ്ര കമ്മിറ്റിയോ അതല്ലെങ്കിൽ പാർട്ടി ജനറൽ സെക്രട്ടറി തന്നെയോ മുഖ്യമന്ത്രിക്കെതിരായി എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിലപാട് പറഞ്ഞതായി അടുത്ത കാലത്തൊന്നും നമ്മൾ കേട്ടിട്ടില്ല. മറ്റൊന്ന്, മുഖ്യമന്ത്രി എടുക്കുന്ന ഒരു നിലപാടിന് വിരുദ്ധമായി പാർട്ടി സെക്രട്ടറിമാരാരും ഒരു നിലപാടും സ്വീകരിച്ചിട്ടില്ല. നിരവധി ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ ഉണ്ടായപ്പോഴൊക്കെ CPI ഇടയ്ക്കിടയ്ക്ക് അവരുടേതായ ഒരു അഭിപ്രായം പറയും. പത്രമാധ്യമങ്ങളുടെ മൈക്കിൻ്റെ മുൻപിൽ ഒരു അഭിപ്രായം പറയും. അതും മന്ത്രിസഭാ യോഗത്തിൽ പോലും ശക്തമായി ഉന്നയിച്ചതായിട്ടുള്ള ആരോപണങ്ങൾ നമ്മൾ കേട്ടിട്ടില്ല, വിഷയങ്ങൾ നമ്മൾ കേട്ടിട്ടില്ല. ഉദാഹരണത്തിന്
അടുത്ത കാലത്ത് CPI ഉയർത്തിയൊരു പ്രധാനപ്പെട്ട വിഷയം PM ശ്രീയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. കാരണം അത് ആർക്കും നഷ്ടമില്ല, ആരുമായും ബന്ധപ്പെട്ടതല്ല, ഒരു ആരോപണത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതല്ല, ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി മാത്രം വരുന്നതാണ്. സ്വാഭാവികമായും അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ ഉദാഹരണത്തിന് കേരളത്തിൽ ഇപ്പോൾ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അതിൻ്റെ പ്രചരണത്തിൻ്റെ ഏറ്റവും മൂർധന്യത്തിൽ നിൽക്കുന്ന ഒരു സമയമാണിത്. ഏറ്റവും സജീവമായി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ 3 ദിവസം മുഖ്യമന്ത്രി ഇല്ലാതിരിക്കുക എന്ന് പറഞ്ഞാൽ പഴയ കാലത്താണെങ്കിൽ ഒരു 10-15 വർഷം മുൻപ് ഏറ്റവും ചുരുങ്ങിയത് ശ്രീ VS മുഖ്യമന്ത്രി ആയിരിക്കുന്ന കാലഘട്ടം അടക്കം നോക്കിക്കഴിഞ്ഞാൽ ഒരു പാർട്ടിയോ ഒരു സംവിധാനമോ അംഗീകരിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമാണോ എന്നുള്ളത് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ്. ഒരു സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങളിൽ ഇടപെടുക പോലും എന്ന് പറഞ്ഞാൽ ഇടപെടുന്നുണ്ടാവുമായിരിക്കാം, നമുക്കറിയില്ലാത്ത അവരുടെ പാർട്ടിയുടെ കാര്യമാണ്. പക്ഷേ ജനങ്ങൾക്ക് സംശയമുണ്ടാകുന്ന തരത്തിൽ ഒരു യാത്ര നടത്തുക എന്ന് പറഞ്ഞാൽ അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഏതെങ്കിലും സാമ്പത്തിക ഇടപാടുകളാണോ, സാമ്പത്തിക നടപടികൾ അതിൻ്റെ പിന്നിലുണ്ടോ, ഏതെങ്കിലും ബിസിനസ് താല്പര്യങ്ങളുണ്ടോ എന്നൊക്കെ ഉള്ളത് സർക്കാർ വ്യക്തമാക്കേണ്ട വിഷയങ്ങളാണ്. ജനങ്ങൾ പൊതുവായിട്ട് ഇത്തരത്തിലൊരു ചിന്തയിലേക്ക് പോകുന്നത് പോലും സാറിന് അറിയാലോ. പലതരത്തിലുള്ള കേസുകളും ആരോപണങ്ങളും ED അന്വേഷണവും ഒക്കെ നേരിടുന്നുണ്ട്. അപ്പോൾ ഇതിനിടയിലാണ് അദ്ദേഹം ഈ ഒരു തദ്ദേശ ആയാലും ഇത് വരാൻ പോകുന്നതിൻ്റെ ഒരു മിനിയേച്ചറാണല്ലോ ഇത്. അപ്പോൾ ഈ തിരഞ്ഞെടുപ്പിന് അദ്ദേഹം ഇവിടെ നിന്ന് കോർഡിനേറ്റ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യേണ്ട, ബാക്കി പാർട്ടി സമ്മേളനത്തിന് പോലും അദ്ദേഹം അവിടെ ചൂരൽ വടിയും പിടിച്ചുകൊണ്ടിരുന്നതാണ്, ആരും ഒന്നും മിണ്ടരുത് എന്നുള്ളത് കൊണ്ട്. പക്ഷേ അത്രയും പ്രാധാന്യം പോലും ഈ വരുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിന് അദ്ദേഹം കൊടുക്കുന്നു പോലുമില്ല. അപ്പോൾ സ്വാഭാവികമായും ജനങ്ങൾക്ക് ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ സ്വാഭാവികമായിട്ടുള്ള ഒരു ആശങ്ക അല്ലെങ്കിൽ ഒരു സംശയമൊക്കെ ഉണ്ടാവില്ലേ? ഈ പുരകത്തമ വാഴവെട്ടുക എന്ന് പറയുന്നൊരു നടപടി ഉണ്ടല്ലോ, അതായത് ഒരു പൊതുവിഷയം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയിലൂടെ ഒരു ബിസിനസ് നടന്നാൽ നമ്മൾ അറിയില്ല. ഉദാഹരണത്തിന് കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതല്ലെങ്കിൽ ആരോപണ വിധേയമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ള സമയത്ത് ഇപ്പോൾ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ടുകൊണ്ടാണെങ്കിലും ഒക്കെ ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങളുടെ ഒരു കാലഘട്ടം പരിശോധിച്ചാൽ അതെല്ലാം ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് നടന്നിട്ടുള്ള കരാറൊപ്പിടുകളുടെയോ അതല്ലെങ്കിൽ വിദേശ യാത്രകളുടെയോ ഭാഗമായി ഉയർന്നു വന്നിട്ടുള്ളതാണ്. ഉദാഹരണത്തിന് സ്വർണ്ണക്കള്ളക്കടത്ത് കേസുണ്ടായിരുന്നു, എത്രയോ ആരോപണങ്ങൾ ഉയർന്നു വന്നു, എത്രയോ നടപടികൾ അതിൻ്റെ ഭാഗമായി ഉയർന്നു വന്നു. ആ ഓഫീസിലെ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ തന്നെ ഉദ്യോഗസ്ഥന്മാർ ജയിലിൽ പോകുന്ന സാഹചര്യം ഉണ്ടായില്ലേ? അപ്പോൾ ഇപ്പോൾ എന്താ നടക്കുന്നത്? സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്ന ആരോപണങ്ങളിൽ ആരാണ് ആരോപണം കേൾക്കുന്നത്? യഥാർത്ഥത്തിൽ ദേവസ്വം ബോർഡ് അഴിമതി കാണിച്ചു അതല്ലെങ്കിൽ സ്വർണം കട്ടുകൊണ്ടുപോയി എന്ന് പറയുമ്പോൾ ആരായിരുന്നു ദേവസ്വം ബോർഡിൻ്റെ നേതൃത്വം? ഇടതുപക്ഷത്തിൻ്റെ MLA ആയിരുന്നയാൾ, ഇടതുപക്ഷത്തിൻ്റെ വിശ്വസ്തനായ ഉദ്യോഗസ്ഥനായിരുന്നയാൾ. അങ്ങനെയുള്ള ആളുകൾ ഉൾപ്പെടുന്ന ബോർഡിൽ നിന്നാണ് ഈ കളവ് നടന്നു എന്ന് പറയുന്നത്. അവിടെ നമ്മൾ കേൾക്കുന്ന നമ്മൾ മനസ്സിലാക്കുന്ന മൊഴികൾ അനുസരിച്ചിട്ടാണെങ്കിൽ അതിന് മുകളിലേക്ക് മന്ത്രിസഭയിലുണ്ടായിരുന്ന ആളുകളിലേക്ക് പോവുകയാണ് അന്വേഷണം, അതല്ലെങ്കിൽ നടപടിക്രമങ്ങൾ. അപ്പോൾ സ്വാഭാവികമായും ഈ തരത്തിൽ വലിയ അഴിമതികൾ ഉണ്ടാകുന്നതിൻ്റെ പിൻബലം എവിടെ നിന്നാണ്? സർക്കാരിൽ നിന്നാണ്. ഈ സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളാണ് ഈ തരത്തിൽ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലാണെങ്കിലും അല്ലെങ്കിലും ഈ തരത്തിലുള്ള അഴിമതികളുടെയും കള്ളക്കടത്തിൻ്റെയും അതുപോലെ തന്നെയുള്ള നടപടികളുടെയൊക്കെ ഭാഗമായ ആരോപണ വിധേയരായി രംഗത്ത് വരുന്ന ആളുകൾ. അപ്പോൾ സ്വാഭാവികമായും ഒരു വിദേശ യാത്ര എന്നുള്ള നിലക്ക് വരുമ്പോൾ അതിൽ ഒരു പർപ്പസ് ഉണ്ടാകണ്ടേ? ഈ വിദേശയാത്ര അദ്ദേഹം നടത്തുമ്പോൾ ആ രാജ്യങ്ങളിലെ തന്നെ നിരവധി സംഘടനകളും ആളുകളും അതിനെ എതിർക്കാൻ മുഖ്യമന്ത്രിയുടെ യാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ധാരാളം എതിർപ്പുകൾ ഒരു ഭാഗത്തുനിന്ന് ഉയരുകയാണ്. അതെന്തുകൊണ്ട് എതിർപ്പ് ഉയരുന്നു എന്ന് ചോദിച്ചാൽ ഇതൊന്നും ഒരു പൊതു ആവശ്യത്തിൻ്റെ ഭാഗമായി ഉള്ള യാത്രയുടെ ഫലമായി നമ്മൾക്ക് കിട്ടുന്നില്ല എന്നതാണ്. സംസ്ഥാനത്തിന് കിട്ടുന്നില്ല. മുഖ്യമന്ത്രി യാത്ര ചെയ്യുമ്പോൾ അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവർ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ സംസ്ഥാനം ഒരു ബിസിനസ് ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായി അതല്ലെങ്കിൽ ഒരു പോളിസി ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ ഒരു നയപരമായിട്ടുള്ള ഇടപാടുകളുടെ ഭാഗമായി ഈ സംസ്ഥാനത്തേക്ക് ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വകുപ്പുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടോ ഒരു പ്രോസസ്സ് നടക്കണ്ടേ? ആ പ്രോസസ്സ് നടക്കുന്നില്ല, അതിൻ്റെ ബെനിഫിറ്റ് ഉണ്ടാകുന്നില്ല, അതിൻ്റെ നടപടികൾ ഉണ്ടാകുന്നില്ല, അതിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഫണ്ട് റേസിംഗ് പ്രോസസ്സ് അതുണ്ടാകുന്നില്ല. ഇപ്പോൾ മുഖ്യമന്ത്രി ഒരു യാത്ര നടത്തി വരുമ്പോൾ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാർ ഒരു യാത്ര നടത്തി വരുമ്പോൾ അതിൻ്റെ ഒരു പർപ്പസ് ഉണ്ടാകണം. അല്ലെങ്കിൽ ഒരു പഠന സംഘങ്ങൾ ധാരാളം പോകാറുണ്ട്, അവർ പണം ചെലവഴിക്കാറുണ്ട്, അവർ തിരിച്ചു വരാറുണ്ട്. അതിൻ്റെ പ്രയോജനം നമുക്ക് കിട്ടാറുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടാകുമായിരിക്കാം, ഇല്ലായിരിക്കാം. പക്ഷേ ഒരു സർക്കാരിൻ്റെ പ്രതിനിധികൾ അങ്ങനെ പോകുമ്പോൾ അതൊരു പ്രോജക്റ്റിൻ്റെ ഭാഗമായിരിക്കണം. എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ പോളിസി പ്രോജക്റ്റ്, അല്ലെങ്കിൽ ഇക്കണോമിക് പ്രോജക്റ്റ്, ഇല്ലെങ്കിൽ അത് ഏതെങ്കിലും ഒരു
സംസ്ഥാനവുമായി ചേർന്നുകൊണ്ട് നിലനിൽക്കേണ്ട ഒരു ലോങ് ടൈമിലേക്കുള്ള പദ്ധതി. അത് ഡെവലപ്മെൻ്റ് ആവാം, അല്ലെങ്കിൽ സർവീസ് മേഖലയാവാം, ഏത് വേണമെങ്കിലും ആവാം. ഇത് രണ്ടും പുറത്തു വരുന്നില്ല. സർവീസ് മേഖലയുമായി ബന്ധപ്പെട്ടുള്ള പ്രോജക്റ്റും പുറത്തു വരുന്നില്ല, എക്കണോമിക് ആക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള പ്രോജക്റ്റ് പുറത്തു വരുന്നില്ല, ഏതെങ്കിലും ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള പ്രോജക്റ്റ് പുറത്തു വരുന്നില്ല. ഈ യാത്രകളെല്ലാം കഴിയുമ്പോൾ പുറത്തു വരുന്നത് എന്താണ്? ഏതെങ്കിലും ഒരു MOU ഒപ്പിട്ടിരിക്കുന്നതെല്ലാം ഒന്നുകിൽ കുടുംബത്തിന് വേണ്ടി, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന ആളുകൾക്ക് വേണ്ടി, അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായി നിൽക്കുന്ന ആളുകൾക്ക് വേണ്ടി, അല്ലെങ്കിൽ ഒപ്പം നിൽക്കുന്ന ആളുകൾക്ക് വേണ്ടി. ഈ തരത്തിലുള്ള ആരോപണങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. അതാണ് ആരോപണങ്ങൾ മാത്രമല്ല, അന്വേഷണങ്ങൾ നടന്നിട്ടുള്ളത്. ഇത് വെറും ആരോപണങ്ങൾ മാത്രമല്ല, ഇതിനകത്ത് അന്വേഷണങ്ങൾ നടന്നിട്ടുണ്ട് പല വിഷയങ്ങളിലും. ആ അന്വേഷണങ്ങൾ ഫലവത്തായിട്ടുണ്ടോ ചോദിക്കാണ്ട് മുഖ്യമന്ത്രി അതിൻ്റെ പുറത്ത് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്? ഇല്ല, അങ്ങനത്തെ ഒരു സാഹചര്യത്തിലേക്ക് അത് വന്നിട്ടില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, ഉദാഹരണത്തിന് ദേവസ്വം ബോർഡിൽ അഴിമതി നടത്തി, വലിയ കൊള്ള നടത്തി. എല്ലാവരെയും അറസ്റ്റ് ചെയ്തു എന്ന് വെച്ചാൽ എല്ലാവരെയും അറസ്റ്റ് ചെയ്യുന്ന രീതിയിലല്ലല്ലോ തെളിവുകളുള്ളത്. അങ്ങനെ ആവണമെന്നില്ലല്ലോ. നല്ല കളവ് നടത്തുന്നവരും നല്ല അഴിമതി നടത്തുന്നവരും അത് മറക്കാനുള്ള സാഹചര്യം കൂടി ഒരുക്കിയിട്ടാണല്ലോ ഈ നടപടിയിലേക്ക് കിടക്കുക. അപ്പം അത് എന്താണ്, നടപടി എന്താണ് എന്നുള്ളത് സർക്കാർ വ്യക്തമാക്കേണ്ടതാണ്. അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മാത്രം ഉൾപ്പെടുന്ന ഒരു സംവിധാനമല്ല, ഇതൊരു സർക്കാർ സംവിധാനത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ സർക്കാരാണ് അതിൽ എന്താണ് എന്നുള്ള ക്ലാരിറ്റി വരുത്തേണ്ട ഉത്തരവാദിത്വം സർക്കാരിനുള്ളതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.